यदिहास्ति तदन्यस्त यन्नेहास्ति न तत्क्वचित् धर्मजं मोक्षदं महाभारतं श्रेष्ठ भारतं ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ശ്രീ രാമകൃഷ്ണ മഠം പ്രസിഡന്റായിരുന്ന രംഗനാഥാനന്ദ സ്വാമികൾ എഴുതിയത് ചിന്തോദീപകമായ രീതിയിലാണ്. നമ്മുടെ ചരിത്രത്തിൽ ആകമാനം നമ്മുടെ സംസ്കാരം നൽകി പോരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തീർത്തും ആത്മീയമായ വ്യക്തിത്വത്തെ ആദരിക്കാനുള്ള കഴിവാണ്. ഒരാളുടെ സംസാരം എത്ര അരോചകം തോന്നിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും അയാളുടെ സ്വഭാവം നമ്മളെ ആകർഷിക്കും. ശ്രീബുദ്ധൻ അക്കാലത്തെ മതാനുഷ്ഠാനങ്ങൾ പലതിനെയും നിരാകരിച്ചു. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചു, ജീവൻ മുക്തനായും കരുതി. സ്വാമി വിവേകാനന്ദനാവട്ടെ ഇന്ത്യൻ സമൂഹത്തെ രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഉണ്ടായത്. അവർ പഠിപ്പിച്ചു തന്ന നല്ല കാര്യങ്ങൾ സർവ്വലൗകിക മാനവധർമ്മമാണ് എന്ന് നമുക്കറിയാം. അതിൽ വിഭാഗീയതയില്ല. അത്തരം ശ്രേഷ്ഠരായിരുന്നു നമ്മുടെ ആചാര്യന്മാർ. അവരെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ 100ാമത്തെ അധ്യായം. ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സാറിനെ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം മുരളി മേനൻ സാറിനെ. സ്വാഗതം സർ. കഴിഞ്ഞ 4 ദിവസങ്ങളായി 4 ടീമുകൾ മത്സരിച്ചു. ഈ 4 ടീമുകൾ ഒരുമിച്ച് മത്സരിക്കുന്ന പത്മവ്യൂഹം റൗണ്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ. അതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്, നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ക്ഷണിക്കാം. കഴിഞ്ഞ 4 ദിവസമായിട്ട് അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 4 ടീമിനെ ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും സ്വാഗതം ചെയ്യാം KPC HSS പട്ടാനൂർ കണ്ണൂർ, ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്പുറ പാലക്കാട്. വേദവ്യാസ വിദ്യാലയ മലാപ്പറമ്പ് കോഴിക്കോട്, ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് കൊല്ലം. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എന്റെ പേര് തീർത്ഥന, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് അഭിന, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 റൗണ്ടുകള്? നല്ലതായിരുന്നു. ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്? സംവാദമാണ് കഷ്ടപ്പെടുത്തിയത് അല്ലേ? അപ്പൊ ടീച്ചർ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കഴിഞ്ഞ 4 മത്സരങ്ങള് 4 റൗണ്ടുകൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏതിലാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്? എവിടെയായിരുന്നു ശ്രദ്ധിക്കേണ്ടിരുന്നത്? സംവാദ മേഖല തന്നെയാണ് അവരെ ഒന്ന് പിടിച്ചു ഉലച്ചത്. മറ്റുള്ള അവർ പരമാവധി പിന്നെ സ്കോർ നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. സംവാദത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും വേണ്ട രീതിയിൽ അതങ്ങ് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത് പോരായ്മ. സാറില്ല, ഈ റൗണ്ടിൽ നമുക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധിക്കട്ടെ അല്ലേ? ഇനി ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്പുറ പാലക്കാട്. പേര് പറയൂ. ഞാൻ ദേവപ്രസാദ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സുദേവ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയായിരുന്നു കഴിഞ്ഞ 4 റൗണ്ടുകള്? പഠിച്ചത് മാതിരി ചെയ്യാൻ പറ്റി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൗണ്ട് ഏതായിരുന്നു? ബസ് റൗണ്ട് ആയിരുന്നു, പക്ഷെ അത് അടിക്കാൻ പറ്റിയില്ല. ഇനിയുള്ള ഈ റൗണ്ടില് നന്നായിട്ട് പ്രയത്നിക്കും. അപ്പൊ ആരാണ്? ടീച്ചറാണോ വന്നിട്ടുള്ളത്? ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ 4 റൗണ്ടുകളുടെ പെർഫോമൻസ്? കഴിഞ്ഞ 4 റൗണ്ടുകളും നന്നായി ചെയ്യാൻ പറ്റി. സുദേവ് പറഞ്ഞ പോലെ ബസർ റൗണ്ട് അവരുടെ ഒരു പരിചയക്കുറവിന്റെ മാത്രം പോരായ്മയാണത്. ആൻസേഴ്സ് അറിയാമായിരുന്നിട്ടും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു താല്പര്യമാണ് ഇതിലേക്ക് അവരെ എത്തിച്ചത്. ഇങ്ങനെയൊരു വേദിയിലേക്ക് എത്തിക്കാൻ തന്നെ കുട്ടികൾക്കൊരു താല്പര്യം വേണം. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അറിയാനുള്ള ഒരു താല്പര്യം വേണം. അത് തന്നെയാണ് അവരുടെ വിജയവും. നന്ദി ടീച്ചർ. വേദവ്യാസ വിദ്യാലയ മലപ്പറമ്പ്. പേര് പറയൂ. എൻ്റെ പേര് ആര്യനന്ദ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആദിത് മോഹൻ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 റൗണ്ടുകൾ? ഏതായിരുന്നു ബുദ്ധിമുട്ട്, കഷ്ടപ്പെടുത്തിയത്? ബസറിന്റെ റൗണ്ട് തന്നെയായിരുന്നു. ബസറാണ് കഷ്ടപ്പെടുത്തിയത് അല്ലേ? അപ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടോ?
അപ്പോൾ സാറാണ് സർ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കഴിഞ്ഞ 4 റൗണ്ട്? നല്ല അനുഭവമായിരുന്നു. ആ സ്കിറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. നന്ദി സർ. ഇനി ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് കൊല്ലം, പേര് പറയൂ. എൻ്റെ പേര് ശിവപ്രിയ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അപർണ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 റൗണ്ടുകൾ? കുഴപ്പമില്ല. ഏതാ ബുദ്ധിമുട്ടിച്ചേ? ബസർ റൗണ്ട്. ബസർ റൗണ്ട്. എനിക്കോട് ബസറാണ് കൂടുതൽ പേർക്കും പ്രശ്നമായത് അല്ലേ? അപ്പോൾ ഒരു മത്സരമാകുമ്പോൾ നമുക്ക് ഉത്തരം അറിഞ്ഞാലും അത് പറയുന്നൊരു വേഗതയും കൂടെ വേണ്ടേ? അതിനും കൂടെ കണക്കാക്കിയിട്ടാണ് ആ ഒരു റൗണ്ട്. ഇനി ആരാണ് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളത്? ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു? കുട്ടികളെല്ലാം വളരെ നന്നായി പരിശ്രമിച്ചു, എങ്കിലും ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരു ഘടകമായി വർത്തിക്കുന്നുണ്ട്. പിന്നെ ആചാര്യ സഭ തന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ അതിൻ്റെ പോസിറ്റീവ് ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ ഏതായാലും ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അതിലെ 4 റൗണ്ടുകളും വ്യത്യസ്തമായ റൗണ്ടുകളായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു സ്കിറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതിന് പുറകിൽ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാ റൗണ്ടിനും. അപ്പോൾ ആ എഫേർട്ട് എന്തൊക്കെയാണ്, എത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് കണ്ടുവരാം. ഒപ്പം നിങ്ങളുടെ ഈ നിലവിലുള്ള ടോട്ടൽ മാർക്ക് എത്രയാണെന്നും കണ്ടുവരാം. ഞങ്ങൾ കൊല്ലം ചന്ദനത്തോപ്പ് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളാണ്. സുഭദ്രാഹരണം എന്ന നാടകാവിഷ്കാരമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്ന ഞങ്ങളുടെ അധ്യാപികമാരായ രശ്മി മിസ്സും രജിത മിസ്സുമാണ്. ഗ്രൂമിങ്ങിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭയം മാറുകയും ഒരുപാട് ധൈര്യം കിട്ടുകയും ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞങ്ങളിലുണ്ട്. എന്തോ അറിയാനുള്ള ആകാംക്ഷ സുഭദ്രയുടെ മുഖത്ത് നാം കാണുന്നു. എന്താണത്? അത് മടിക്കേണ്ട, എന്തായാലും ചോദിച്ചുകൊള്ളൂ. യോഗ്യവര്യനായ അങ്ങ് ധാരാളം ദേശാടനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങയുടെ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ച് അറിയാനാണോ അവരെ ആഗ്രഹിക്കുന്നത്? ഏയ് അല്ല, എന്റെ പിതാവിന്റെ സഹോദരിയാണ് കുന്തി ദേവി. കുന്തി ദേവിക്കും പുത്രന്മാർക്കും സുഖം തന്നെയല്ലേ? നമസ്കാരം, ഞങ്ങൾ ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്രയിലെ വിദ്യാർത്ഥിനികളാണ്. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരശുരാമന്റെ കഥയാണ്. നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്നാലും ഗ്രൂമിംഗ് സെക്ഷനിൽ ഞങ്ങൾക്ക് പറ്റിയ ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്താൻ സാധിച്ചു.
നമ്മോട് കരുണ കാണിച്ചാലും ഗുരു. വഞ്ചക, ബ്രാഹ്മണകുല സംരക്ഷണത്തിനായി നാം എടുത്ത ശപഥത്തെയാണ് നിന്നാൽ ലംഘിക്കപ്പെട്ടത്. നമുക്ക് കോപമാണ്. നമ്മോട് ക്ഷമിച്ചാലും നിന്നോട് നാം ക്ഷമിക്കുകയോ? അസംഭവ്യം. നീ നമ്മുടെ വ്രതത്തെ കളങ്കപ്പെടുത്തി. നമ്മോട് ദയവുണ്ടാവണം ഗുരു. നാം സൂതപുത്രനായ കർണനാണ്. ബ്രഹ്മാസ്ത്ര വിദ്യ അഭ്യസിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നാം അങ്ങയെ സമീപിച്ചത്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ KPCHSS പട്ടാനൂരിൽ നിന്ന് വരുന്നു. നമുക്ക് കിട്ടിയൊരു വിഷയം ധർമ്മവ്യാധനെ കുറിച്ചായിരുന്നു. പിന്നെ ഇവിടെ വന്നൊരു ഗ്രൂമിങ്ങും ഒക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിതിനൊരു നേതൃത്വം നൽകിയത് സുമിത്ര ടീച്ചറായിരുന്നു, നമ്മുടെ സംസ്കൃത അധ്യാപിക. പിന്നെ ഇതിൻ്റെ രചനയും സംവിധാനവും സവ്യാസാജി മാഷായിരുന്നു. കൗശികൻ എന്ന ബ്രാഹ്മണൻ വൃക്ഷമൂലത്തിൽ തപസ്സിലാണ്ടിരിക്കവേ ശിരസിൽ കാഴ്ച വെള്ളിൽ പക്ഷിയെ കൺകളാൽ ദഹിപ്പിച്ചു കൊന്നുകളഞ്ഞു. അങ്ങനെയല്ലേ? അവിശ്വസനീയം. അങ്ങ് വനാന്തരത്തിൽ എവിടെയോ നടന്ന ഈ രംഗം പാതിവൃത്യം. അതെ, അങ്ങ് അല്പം മുമ്പ് അവജ്ഞയോടെ പരിഹസിച്ചു പറഞ്ഞ പാതിവൃത്യം തന്നെ. നമ്മുടെ അജ്ഞത എന്തുമാത്രം അന്ധതയിൽ അധിഷ്ഠിതമാണെന്ന് ഹൃദയപക്ഷം നമുക്ക് ബോധ്യപ്പെടുന്നു. തീർച്ചയായും ഈ ഉള്ളവന് ഒരു ശിക്ഷണം ആവശ്യമുണ്ട്. പക്ഷേ അതാരുടെ കീഴിലാവണം എന്നതാണ് ഒരു ശങ്ക. അശേഷം ശങ്കയില്ലാതെ പറഞ്ഞുകൊള്ളട്ടെ, അങ്ങ് മിഥിലാപുരിയിലേക്ക് ചെല്ലുക. അവിടെ ധർമ്മശീലന ഒരു വ്യാധനുണ്ട്. ഞങ്ങൾ വരുന്നത് വേദവ്യാസ വിദ്യാലയം മലാപ്പറമ്പിൽ നിന്നാണ്. അഷ്ടാവക്രൻ എന്ന സ്കിറ്റാണ് ചെയ്യാൻ പോകുന്നത്. സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടീവാണ്. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ലോണം എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഗ്രൂമിങ് സെക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രസമായി തോന്നിയത്. കാരണം ഇവിടെ എവിടുന്നും കിട്ടാത്ത രീതിയിൽ കുറേ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ സാറ് ഫസ്റ്റ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ പിന്നെ അത് കിട്ടി. അതിൻ്റെ അവസാനം സാർ ഇതൊക്കെ എന്തിനാണ് ചെയ്ത് തന്നതെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ മൂല്യം എനിക്ക് മനസ്സിലായത്. ഉദ്ദേശം അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക്. ശരി, നാം നിന്നെ പ്രവേശിപ്പിക്കാം. പക്ഷേ നീ എന്റെ പ്രശ്നങ്ങളുടെ ഉത്തരം നൽകേണ്ടതാണ്. തീർച്ചയായും നാം ഒരു പന്തയം വെക്കാം. അഥവാ നീ പരാജയപ്പെട്ടാൽ നിന്നെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നാം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾക്ക് മുമ്പ് എനിക്ക് കൊണ്ടൊരു കാര്യം പറയാം. ഇനി അഥവാ എനിക്ക് പകരം അങ്ങാണ് പരാജയപ്പെടുന്നതെങ്കിൽ അങ്ങേയായിരിക്കും കടലിലേക്ക് തള്ളുക. ശരി, സമ്മതിച്ചിരിക്കുന്നു. എങ്കിൽ ആരംഭിച്ചുകൊള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരം ആരംഭിക്കാനുള്ള സമയമായി.
പക്ഷെ അതിനു മുൻപായിട്ട് ചെറിയൊരു ഇടവേള. ശ്രേഷ്ഠ ഭാരതം വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. എൻ്റെ പേര് അവണി, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അപർണ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. ആത്മാവെന്നാൽ താൻ തന്നെ എന്നറിയുക. ആ ആത്മാവ് തന്നെയാണ് എല്ലാ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്ന അറിവ് നമ്മെ ഏകാഗ്രതയിലേക്ക് നയിക്കുന്നു. സവ്യസാചി എന്ന പേരിന്റെ അർത്ഥം പറയൂ. ഇടത് കൈയും വലത് കൈയും ഒരുപോലെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് സവ്യസാചി എന്ന പേര് കിട്ടിയത്. ഒന്നും കൂടെ പറയൂ. യുദ്ധം എന്നാണോ മുത്തശ്ശി പറഞ്ഞത്? അമ്പയ്യ. ആ, ഉത്തരം ശരിയാണ്. ആരുടെ മകനായിരുന്നു ഏകലവ്യൻ? നിഷാദ രാജാവിൻ്റെ. ഉത്തരം ശരിയാണ്. പാണ്ഡവരെ ഉപേക്ഷിച്ചു പോയ കുന്തി ദേവി തീർച്ചയായും ശരി തന്നെയാണ്. കാരണം ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണ്. അതുകൊണ്ട് തന്നെ കണ്ണു മൂടിക്കെട്ടി സ്വയം അന്ധത വരിച്ചു ഗാന്ധാരിയും. അങ്ങനെയുള്ള 2 അന്ധരെ സംരക്ഷിക്കാൻ സ്വയം സന്നദ്ധ കാട്ടിയ കുന്തി ദേവി തീർച്ചയായും ശരി തന്നെയാണ്. കാരണം മാധവ സേവ എന്നാൽ മാനവ സേവയാണ്. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നതും നിസ്വാർത്ഥ സേവനമാണ്. ധർമ്മച്യുതിയും മാർഗഭ്രംശവും പാണ്ഡവർക്ക് വന്നേന്ന് വെക്കാം. അതിനെ വരാതെ നോക്കേണ്ട കടമ കുന്തിക്കാണ്. അത് അവിടെ പാലിക്കാതെയാണല്ലോ കുന്തിദേവി പോകുന്നത്. സുഹൃത്തെ, ഭാരതീയ യുദ്ധത്തിന് ശേഷം 15 വർഷത്തോളം ഈ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും പാണ്ഡവന്മാരോട് ഒപ്പം കഴിഞ്ഞു. അപ്പോഴീ പുത്രവിരഹമൊന്നും അവർക്ക് തോന്നിയില്ലേ? കാഴ്ചയിൽ തന്നെ ദിവ്യത്വം തുളുമ്പുന്ന ആ സന്യാസി എല്ലാവരിലും അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സന്യാസിയെ നമുക്ക് മുൻദർശിക്കാൻ ഒരു മോഹം. നിങ്ങൾ തന്നെയാണ് ചേരേണ്ടതും. ജ്യേഷ്ഠനാകട്ടെ സുഭദ്രയെ ദുര്യോധനന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായി ജ്യേഷ്ഠൻ ഹസ്തിനപുരിയിലേക്ക് പോയി കഴിഞ്ഞു. എൻ്റെ പേര് ദേവിക സതീഷ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. നമ്മുടെ ഉപാസനാമൂർത്തിയിൽ നിസ്വാർത്ഥമായ ഭക്തിയും വിശ്വാസവും സമർപ്പിക്കുക. അതിനെയാണ് നാം അനന്യ ഭക്തി എന്ന് പറയുന്നത്. ദ്രോണർ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ. ദ്രോണർ ഏകലവ്യനോട് ആവശ്യപ്പെട്ടത് വലത് കൈയിലെ പെരുവിരലാണ്. ഉത്തരം ശരിയാണ്. ഒരു യഥാർത്ഥ അസ്ത്ര വിദ്യാർത്ഥിക്ക് ആവശ്യമായ ഏതെങ്കിലും 3 ഗുണങ്ങൾ പറയൂ. കൈവേഗത, വിനയം, ഏകാഗ്രത. ഉത്തരം ശരിയാണ്. ഗാന്ധാരി മാതാവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ശപിച്ചത് തികച്ചും ശരിയാണ്, സന്ദർഭോചിതവുമാണ്. കാരണം അവിടെ ഗാന്ധാരി മാതാവിന് പുത്രദുഃഖമാണ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കൾ 100 പേരും മരിക്കുകയാണ് അവിടെ ഉണ്ടാകുന്നത്. ഗാന്ധാരി കൃഷ്ണൻ ശപിച്ചത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. കാരണം കൃഷ്ണൻ ഒരിക്കലും യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. ഭക്തൻ വിജയിക്കണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗാന്ധാരി ശപിച്ചതിലെ ഒരു വാക്കുപോലും തെറ്റാതെയാണ് പ്രാവർത്തികമാക്കിയത്. നീ ആരാണ്? ഈ കഠിന വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ആവില്ല. നീ ഒരു ബ്രാഹ്മണനല്ല, നിശ്ചയം. നമ്മോട് കരുണ കാണിച്ചാലും ഗുരു. വഞ്ചക, ബ്രാഹ്മണകുല സംരക്ഷണത്തിനായി നാം എടുത്ത ശപഥത്തെയാണ് നിന്നാൽ ലംഘിക്കപ്പെട്ടത്. നമുക്ക് കോപം അടക്കാനാവുന്നില്ല. നമ്മോട് ക്ഷമിച്ചാലും നിന്നോട് നാം ക്ഷമിക്കുകയോ? അസംഭവ്യം. നീ നമ്മുടെ വ്രതത്തെ കളങ്കപ്പെടുത്തി. നമ്മോട് ദയവുണ്ടാവണം ഗുരു. അമർനാഥ്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആര്യനന്ദ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യസമേ പ്രിയ. എന്ത് കിട്ടിയാലും സന്തോഷിക്കുക, അധികമായി സന്തോഷിക്കാതെ. യോ ന ഹൃഷ്യതി, ആരോടും ദ്വേഷമില്ലാതിരിക്കുക. ന ദ്വേഷ്ടി, യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി. ചൂതുകളിയിൽ 2 കക്ഷികളെയും പ്രതിനിധീകരിച്ചത് ആരൊക്കെ? കൗരവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശകുനിയും
പാണ്ഡവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുധിഷ്ഠിരനും വന്നു. ഉത്തരം ശരിയാണ്. എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്ന് തന്നെയാണ് വ്യാസർഷി പാണ്ഡവരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്നല്ലേ പാണ്ഡവന്മാർ നൽകുന്ന സന്ദേശം? ഈ വാദത്തെ ഞങ്ങൾ അസന്നിഗ്ധമായി എതിർക്കുന്നു. കാരണം ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ ധന്യമാക്കുകയാണ് പാണ്ഡവന്മാർ മഹാഭാരതത്തിൽ ചെയ്യുന്നത്. എന്നല്ല, എല്ലാ ജീവിതവും വ്യർത്ഥതയിലും വിഫലതയിലും അവസാനിക്കുന്നു എന്നാണ് വ്യാസർഷി പറയുന്നത്. എന്തുകൊണ്ട്? ഇവർ യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൂടെ ഓഖവതി നദീ തീരത്തേക്ക് എന്തിനു പോകുന്നു? അവർ ശാന്തരാവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ഭൗതിക ജീവിതം കൊണ്ടൊന്നും നേടാനില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ആയിട്ട് അവർ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, ജയിച്ചു, ഒക്കെ ശരി. അതിനുശേഷം അവർക്ക് അവസാനം മനസ്സിലായില്ലേ ഇതെല്ലാം വിഫലമായി പോയെന്ന്. അവരെത്ര ദുഃഖിച്ചു. കർണന്റെയും മറ്റവരുടെയും മരണത്തിലൊക്കെ. മഹാഭാരതത്തിലെ പാണ്ഡവന്മാർ പൊതുവെ ദൈവീ സമ്പത്തുള്ളവരാണ്. അങ്ങയുടെ ഉച്ചാരണ മന്ത്രമൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഉച്ചാരണം ശുദ്ധമല്ല, തെറ്റുണ്ട്. എന്ത്? നിനക്ക് ഇത്ര ധിക്കാരമോ? നിന്റെ വക്രമായ മനസ്സുപോലെ നിന്റെ ശരീരവും വക്രമായി തീരട്ടെ. മാതുല, അങ്ങ് എന്താണ് ചെയ്തിരിക്കുന്നത്? നാം ഒന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ കൂടം താഴെ വീണു കിടക്കുന്നത് അങ്ങ് ദർശിച്ചില്ലേ? നീ തന്നെയല്ലേ വീണത്, പിന്നെ എന്നെ എന്തിനു കുറ്റം പറയുന്നു? തെറ്റു ചെയ്തിട്ടും പോരാ അത് ന്യായീകരിക്കുന്നുവോ? നീ ശബ്ദിക്കരുത്, നിനക്ക് പിതാവ് പോലുമില്ല. എന്താണ് അങ്ങ് പറഞ്ഞത്? മാതാശ്രീ, പുത്ര, എന്തു പറ്റി? നമ്മുടെ പിതാവ് ആരാണ്? എൻ്റെ പേര് ശ്രീനന്ദ, ഞാൻ 8ാം ക്ലാസ് പഠിക്കും. എൻ്റെ പേര് ദിവ്യശ്രീ, ഞാൻ 8ാം ക്ലാസ് പഠിക്കും. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃ ഷഷ്ഠാനീന്ദ്രിയാണി. സാംഖ്യശാസ്ത്രത്തിൽ പ്രകൃതിയും പുരുഷനും 2 സ്വതന്ത്ര തത്വങ്ങളാണ്. വേദാന്തത്തിൽ പ്രകൃതി പുരുഷന്മാർക്ക് അതീതമായ മൂലതത്വമാണ് പരമാത്മാവ് അഥവാ ബ്രഹ്മം. മായാസഭയുടെ ശില്പിയാര്? മയൻ. ഉത്തരം ശരിയാണ്. ആ മായാസഭയുടെ ദിവ്യസഭയുടെ വിശേഷണങ്ങൾ എന്തൊക്കെ? വിചിത്രവും മനോഹരവും അലോക അസാധാരണവുമാണ്. ഉത്തരം ശരിയാണ്. വ്യാസന്റെ ആത്മകഥയാണ് മഹാഭാരതം എന്ന വാദത്തെ ഞങ്ങൾ ശക്തിയുക്തമായി പിന്താങ്ങുന്നു. മഹാഭാരതം വ്യാസന്റെ ആത്മകഥയല്ല എന്ന് ഞങ്ങളും പറയുന്നു. കാരണം വ്യാസന്റെ വംശപരമ്പരയിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനാൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവുമല്ലോ. അദ്ദേഹത്തിന്റെ വംശപരമ്പര ആയതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാവണമെന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബകഥ തന്നെയല്ലേ പറയുന്നത്. കഥയ മമ കഥകളതിസാദരം. മൃഗരാജന്റെ പ്രാണരക്ഷാർത്ഥമുള്ള പലായനം കണ്ടോ മിത്രമേ? കേസരി, കാട്ടുപൊന്തകൾക്കിടയിൽ മറഞ്ഞിരുന്നാൽ നോം നിന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയോ? അങ്ങേ കൗശികൻ എന്ന ബ്രാഹ്മണൻ വൃക്ഷമൂലത്തിൽ തപസ്സിലാണ്ടിരിക്കവേ ശിരസിൽ കാഷിച്ച വെള്ളിൽ പക്ഷിയെ കൺകളാൽ ദഹിപ്പിച്ചു കൊന്നുകളഞ്ഞു. അങ്ങനെയല്ലേ? ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി ഈ 4 ടീമുകൾ ഇപ്പോൾ 2 ടീമായിട്ടായിരുന്നു കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് മത്സരിച്ചത്. ഇപ്പോൾ ഒരുമിച്ച് നിങ്ങൾ 4 പേര് മത്സരിക്കാൻ പോവാണ്. ഇതൊരു സെലക്ഷൻ റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം മുൻപത്തെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഈ റാപ്പിഡ് ഫയർ ഒരു സെലക്ഷൻ റൗണ്ട് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ നേടിത്തരാനുള്ളൊരു റൗണ്ടായിട്ട് കണ്ടാൽ മതി പത്മവ്യൂഹത്തിന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരംഭിക്കാം പത്മവ്യൂഹം. അപ്പോൾ ഈ ഒരു പത്മവ്യൂഹം റൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു റൗണ്ടിന്റെ ഫോമാറ്റ് എന്താണെന്നുള്ളത് ക്രിസ് പറയും. 90 സെക്കൻഡാണ് ഓരോ ടീമിനും ലഭിക്കുക. ഈ 90 സെക്കൻഡിൽ നിങ്ങൾക്ക് എത്ര ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണോ അറ്റംപ്റ്റ് ചെയ്യാം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന ഓരോ ഉത്തരത്തിനും 10 മാർക്ക് വീതം ലഭിക്കും. അങ്ങനെ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരം പറയുന്നതനുസരിച്ച്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ചോദ്യങ്ങൾ പാസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. അതാണ് ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ചോദ്യം ചോദിച്ച് കഴിഞ്ഞ് മാത്രം ഉത്തരം പറയുക, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം കേൾക്കാനുള്ള ഒരു അവസരം ലഭിക്കില്ല. അതുകൊണ്ട് ചോദ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ അവസരം KPC HSS പട്ടാനൂർ കണ്ണൂർ. നിങ്ങളുടെ 90 സെക്കൻഡ്
ഇതാ ആരംഭിക്കുന്നു. പാണ്ഡവന്മാർ അജ്ഞാതവാസക്കാലത്ത് എവിടെയാണ് താമസിച്ചത്? വിരാട രാജധാനി. ശരി ഉത്തരം. അർജുനന്റെ 10 നാമങ്ങൾ എന്തിനാണ് ജപിക്കുന്നത്? ഭയത്തെ അകറ്റാൻ. ശരി ഉത്തരം. പേടി മാറുവാനായി ചൊല്ലുന്ന അർജുനന്റെ 10 പേരുകളുടെ ശ്ലോകം ഏത്? ഓക്കെ. മത്സ്യരാജാവിന്റെ സർവ്വസൈന്യാധിപതിയായിരുന്ന വ്യക്തി ആര്? കീചകൻ. ശരി ഉത്തരം. വിരാട രാജാവിന്റെ കുതിരക്കാരൻ ആയത് ആര്? നകുലൻ. ശരി ഉത്തരം. ആദ്യമായി പ്രച്ഛന്നവേഷത്തിൽ വിരാട സദസ്സിലേക്ക് പ്രവേശിച്ചത് ആരായിരുന്നു? ശരി ഉത്തരം. വിരാട രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് യുധിഷ്ഠിരൻ ആരെയാണ് ഉപാസിച്ചത്? ദുർഗാദേവിയെ. ശരി ഉത്തരം. ധർമ്മപുത്രൻ വസിക്കുന്നിടത്ത് എല്ലാ സമൃദ്ധിയും ഉണ്ടാകും, ജനങ്ങളെല്ലാവരും സത്യസന്ധരായിരിക്കും, അതിനാൽ അങ്ങനെയുള്ള സ്ഥലത്താണ് പാണ്ഡവരെ അന്വേഷിക്കേണ്ടതെന്ന് ദുര്യോധനെ ഉപദേശിച്ചത് ആര്? ഓക്കെ. സ്കിപ്പ്. കീചകന് ആര് തക്ക ശിക്ഷ കൊടുത്തുകൊള്ളും എന്നാണ് പാഞ്ചാലി സുദേഷനോട് പറഞ്ഞത്? ആരാണ് ആ ശിക്ഷ കൊടുക്കും, തക്ക ശിക്ഷ കൊടുക്കും എന്ന് പറഞ്ഞത് ആരാണ്? 25 സെക്കൻഡ്. തെറ്റ്. ഭീമൻ സുശർമാവിന് എന്ത് വ്യവസ്ഥയിലാണ് വിട്ടയച്ചത്? 4 ഭാഗത്തും ആള് കൂടുന്ന വഴിയിൽ പോയിട്ട് ദാസനാണേ ദാസനാണേ എന്ന് വിളിച്ചു പറയും. ശരി ഉത്തരം. മത്സ്യരാജാവിന്റെ പുത്രൻ ആരായിരുന്നു? ശരി ഉത്തരം. ഹനുമാൻ കൊടിയുള്ളതായ വ്യക്തി ആരായിരുന്നു? 5 സെക്കൻഡ്. ശരി ഉത്തരം. ബ്രഹ്മോത്സവത്തിൽ വെച്ച് എല്ലാ മല്ലന്മാരെയും വെല്ലുവിളിച്ചവൻ ആരായിരുന്നു? തെറ്റിപ്പോയി. 13 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 13ാമത്തെ ചോദ്യത്തിൽ തന്നെ നമുക്ക് പുറകോട്ട് പോകാം. ബ്രഹ്മോത്സവത്തിൽ വെച്ച് എല്ലാ മല്ലന്മാരെയും വെല്ലുവിളിച്ചവൻ ആരായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? ജീമൂതൻ. ശരി ഉത്തരം. മാർക്കില്ല എന്നാൽ. ഓക്കെ. കീചകന് ആര് തക്ക ശിക്ഷ കൊടുത്തുകൊള്ളും എന്നാണ് പാഞ്ചാലി? ഗന്ധർവന്മാർ. ശരി ഉത്തരം. ധർമ്മപുത്രൻ വസിക്കുന്നിടത്ത് എല്ലാ സമൃദ്ധിയും ഉണ്ടാകും. ചോദ്യം ഞാൻ നേരത്തെ കേട്ടതായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഭീഷ്മർ. ശരി ഉത്തരം. ഇതിനു മുമ്പേ നമ്മൾ വിട്ടുവെച്ച ആ ഒരു ശ്ലോകം, പേടി മാറുവാനായി ചൊല്ലുന്ന ശ്ലോകം ഏതാണ്? അർജുനന്റെ 10 പേരുള്ള ആ ശ്ലോകം. അർജുനൻ, ഫൽഗുണൻ, ശ്വേതവാഹനൻ. അതിനിടയ്ക്ക് അല്ല, ശ്ലോകം എന്ന് പറയുമ്പോൾ അത് ഓർഡർ ആണല്ലോ. ഫൽഗുണൻ, കൃഷ്ണൻ അല്ല ജിഷ്ണു, ശ്വേതവാഹനൻ. അതിനിടയ്ക്ക് ഒരാൾ വിട്ടുപോയി. കിരീടി. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ, കിരീടി, ശ്വേതാശ്വൻ, ധനഞ്ജയൻ, ജിഷ്ണു, അത് 10 പേരുകളാണ്. ബീബൽസു. ഓർഡർ മാറിയിട്ടുണ്ട്, ശ്ലോകമായി വന്നിട്ടില്ല. എന്നാലും ശ്ലോകം അറിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളുടെ മാർക്ക് നോക്കുകയാണെങ്കിൽ 13ൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തതും തെറ്റിച്ചതും എല്ലാം മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 90 മാർക്കാണ് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ലഭിച്ചിട്ടുള്ളത്. ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്ര, പാലക്കാട്. ഓക്കെ. നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. യുധിഷ്ഠിരൻ ആരായിട്ടാണ് വിരാട രാജ്യത്ത് താമസിച്ചത്? കങ്കൻ എന്ന ബ്രാഹ്മണൻ. ശരി ഉത്തരം. അർജുനന് സ്വന്തം പിതാവ് നൽകിയ പേരെന്ത്? കൃഷ്ണൻ. ശരി ഉത്തരം. ബൃഹന്നളയെ കൂട്ടിക്കൊണ്ടുവരാൻ ഉത്തരൻ ആരെയാണ്? ദ്രൗപദി. മാലിനി എന്ന സൈരന്ധ്രിയായ ദ്രൗപദി. ബൃഹന്നളയെ ഉത്തര. ചോദ്യം മുഴുവൻ കേൾക്കൂ. മിസ് ചെയ്തു. എന്തായാലും അത് 3 ഉത്തരം പറഞ്ഞതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. കീചകനെ വധിച്ചതാര്? ഭീമൻ. ശരി ഉത്തരം. സഹദേവൻ ഏത് വേഷത്തിലാണ് അജ്ഞാതവാസം നടത്തിയത്? തന്ത്രിവാലൻ. അത് പേരാണ്. എന്തായിരുന്നു തൊഴിൽ? പശുക്കളെ നോക്കണേ. ഗോ സംരക്ഷകൻ. ശരി ഉത്തരം. പാണ്ഡവന്മാർ എവിടെ നിന്നാണ് വിരാട രാജ്യത്തിലേക്ക് പുറപ്പെട്ടത്? ഓക്കെ. സ്കിപ്പ്. അജ്ഞാതവാസക്കാലത്തെ പാഞ്ചാലിയുടെ നാമം? സൈരന്ധ്രി. മാലിനി. ഏതാണ്? മാലിനി എന്ന സൈരന്ധ്രി. ശരി ഉത്തരം. സ്വന്തം സൈനിക ശക്തിയെക്കുറിച്ച് വിലയിരുത്തി സൈനിക ശക്തി സംഭരിക്കണമെന്ന് ഉപദേശിച്ചത് ആര്? ഓക്കെ. പാഞ്ചാലി കീചകനെ എവിടേക്കാണ് ക്ഷണിച്ചത്? ശരി ഉത്തരം. അടുത്ത ചോദ്യം. കൗരവന്മാർ മത്സ്യരാജാവിന്റെ എത്ര പശുക്കളെയാണ് അപഹരിച്ചത്? 60,000-ലധികം. ശരി ഉത്തരം. ഉത്തരന്റെ സാരഥിയായത് ആര്? ബൃഹന്നള. ശരി ഉത്തരം. എത്ര ശരങ്ങളാണ് ദ്രോണർ അർജുനന് നേരെ പ്രയോഗിച്ചത്? 20-ലും മേലെ. 20-ൽ പരം. ശരി ഉത്തരം. കീചകന്റെ സഹോദരിയായ രാജപത്നിയുടെ പേര്? സുദേഷ്ണ. ശരി ഉത്തരം. ഏത് ദിവസമാണ്? 90 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ 13 ചോദ്യമാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. ഈ 13 ചോദ്യങ്ങളിലായി നിങ്ങൾ സ്കിപ്പ് ചെയ്ത ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ബൃഹന്നളയെ കൂട്ടിക്കൊണ്ടുവരാൻ ഉത്തരൻ ആരെയാണ് അയക്കുന്നത്? ഉത്തര.
അത് നിങ്ങൾ പറഞ്ഞ ഉത്തരമാണ്. അത് 3 ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് അവിടെ ആ ക്വസ്റ്റ്യൻ മിസ്സായത്. ഓക്കെ, ശരി ഉത്തരം. പാണ്ഡവന്മാർ എവിടെ നിന്നാണ് വിരാട രാജ്യത്തിലേക്ക് പുറപ്പെട്ടത്? ആർക്കെങ്കിലും അറിയാമോ? കാമ്യകവനത്തിൽ നിന്നാണ്. കറക്റ്റ്, ശരി ഉത്തരം. സ്വന്തം സൈനിക ശക്തിയെക്കുറിച്ച് വിലയിരുത്തി സൈനിക ശക്തി സംഭരിക്കണമെന്ന് ഉപദേശിച്ചത് ആര്? ദൗമ്യനല്ല. ആർക്കെങ്കിലും? സ്വന്തം സൈനിക ശക്തിയെക്കുറിച്ച് വിലയിരുത്തി സൈനിക ശക്തി സംഭരിക്കണമെന്ന് ഉപദേശിച്ചത് ആര്? ഭീഷ്മർ. കൃപാചാര്യൻ എന്നാണ് ശരിയായ ഉത്തരം. ഓക്കെ, നമ്മൾ മിസ് ചെയ്ത ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 100 മാർക്കാണ് നിങ്ങൾ ഈ റൗണ്ടിൽ നേടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും പത്മവ്യൂഹം റൗണ്ടിൽ 2 ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ബാക്കി മത്സരം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രേഷ്ഠ ഭാരതം വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ പത്മവ്യൂഹം റൗണ്ട് തുടരുന്നു. അടുത്തതായി വേദവ്യാസ വിദ്യാലയം മലാപ്പറമ്പ് കോഴിക്കോട് നിങ്ങളുടെ ഊഴമാണ്. റെഡിയാണോ? ഓക്കെ, നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. അജ്ഞാതവാസ കാലത്ത് ഭീമസേനന്റെ വേഷം എന്തായിരുന്നു? വലലൻ എന്ന പാചകക്കാരൻ അല്ലെങ്കിൽ ശരി ഉത്തരം. ശരി ഉത്തരം. എല്ലാവരെയും ജയിക്കുക എന്ന കാരണത്താൽ അർജുനനുണ്ടായ പേരെന്താണ്? വിജയൻ. അതിന്റെ ഉത്തരം കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യാം. ശരി. അർജുനൻ ആരോടാണ് ആദ്യമായി സത്യം വെളിപ്പെടുത്തുന്നത്? സ്കിപ്പ് ചെയ്യാം. ഓക്കെ. ത്രികർത്ത രാജാവ് ആരാണ്? സുധർമാവ്. സുധർമാവാണോ? സുശർമാവ്. ശരി ഉത്തരം. ഓക്കെ. അജ്ഞാതവാസ കാലത്ത് പാഞ്ചാലിയുടെ വേഷം എന്തായിരുന്നു? മാലിനി എന്ന സൈരന്ധ്രി. ഓക്കെ. സുദേഷ്ണയുടെ സൈരന്ധ്രി എന്നായിരിക്കും അത് ശരിയായ പറയേണ്ടത്. സൈരന്ധ്രി എന്ന് പറയുന്നതുകൊണ്ട് ആ ഉത്തരം നൽകുന്നു. വിരാട രാജ്യത്തിനിടയിൽ എങ്ങനെ പെരുമാറണമെന്നാണ് പാണ്ഡവർക്ക് ഉപദേശം നൽകിയത്? അതായത് വിരാട രാജധാനിയിൽ എങ്ങനെ പെരുമാറണമെന്ന് പാണ്ഡവർക്ക് ഉപദേശം നൽകിയത് ആര്? ഭീഷ്മർ. തെറ്റുത്തരം. പാണ്ഡവന്മാരിൽ ആരാണ് അരിഷ്ടനേമി എന്ന നാമത്തിൽ വിരാട രാജ്യത്ത് താമസിച്ചത്? അറിയില്ല, സ്കിപ്പ്. ഓക്കെ. കൃഷ്ണസപ്തമി ദിവസം വിരാട രാജ്യത്ത് ആക്രമിച്ച ത്രികർത്തന്മാർ എന്താണ് അപഹരിച്ചത്? ഗോക്കളെ. ശരി ഉത്തരം. കൊട്ടാരം വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ പാഞ്ചാലി സുദേഷ്ണയുടെ എത്ര ദിവസത്തെ സമയമാണ് ചോദിക്കുന്നത്? 15 ദിവസം. 15 ദിവസം. 15 ആണോ? സ്കിപ്പ്. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. യുദ്ധം ചെയ്ത കൗരവന്മാരെ പരാജിതരാക്കിയത് ആരാണെന്നാണ് ഉത്തരൻ പറയുന്നത്? ബൃഹന്നള. 2, 1, 0. ഉത്തരം തന്നെ. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് വരാം. ഒരു ദേവകുമാരൻ എന്ന രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. യുദ്ധം ചെയ്ത കൗരവന്മാരെ പരാജിതരാക്കിയത് ഒരു ദേവകുമാരൻ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതിന് മുമ്പേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കൊട്ടാരം വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ പാഞ്ചാലി സുദേഷ്ണയുടെ എത്ര ദിവസത്തെ സമയമാണ് ചോദിച്ചത്? 13 എന്നുള്ളതാണ് ശരി ഉത്തരം. എല്ലാവരെയും ജയിക്കുക എന്ന കാരണത്താൽ അർജുനനുണ്ടായ പേര്? ജിഷ്ണു. ജിഷ്ണു ശരി ഉത്തരം. അർജുനൻ ആരോടാണ് ആദ്യമായി സത്യം വെളിപ്പെടുത്തിയത്? ഉത്തരനോട്. കോറസ് ആണ്. ഓക്കെ, പിന്നെ സ്കിപ്പ് ചെയ്തത് വിരാട രാജധാനിയിൽ എങ്ങനെ പെരുമാറണമെന്ന് പാണ്ഡവർക്ക് ഉപദേശം നൽകിയത്? ധൗമ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ റൗണ്ടിൽ 40 മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് റെഡിയല്ലേ? നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. പാണ്ഡവന്മാരിൽ ബൃഹന്നള എന്ന പേരിൽ സംഗീത അധ്യാപികയായി അജ്ഞാതവാസം നടത്തിയത് ആര്? ശരി ഉത്തരം. ഉത്തരന്റെ കൊടിയടയാളം എന്ത്? സിംഹം. ശരി ഉത്തരം. ആരാണ് ഉത്തരന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്? ചൂതുകളിക്കിടെ ചൂതെറിഞ്ഞ് ധർമ്മപുത്രർക്ക് പരിക്കേൽപ്പിച്ചത് ആര്? മത്സ്യരാജാവ്. ഏത് രാജാവാണ്? വിരാട രാജാവ്. ഓക്കെ. അജ്ഞാതവാസ കാലത്തെ ഭീമന്റെ നാമം എന്തായിരുന്നു? പലലൻ. ശരി ഉത്തരം. മഹാഭാരത കഥ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്? വൈശംപായനൻ ജനമേജനൻ. ശരി ഉത്തരം. ജീമൂതനെ വധിച്ചതാര്? ഭീമൻ. ശരി ഉത്തരം. മത്സ്യരാജാവ് ആരെയാണ് നഗരരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്? ഉത്തരനെ. ശരി ഉത്തരം. ത്രികർത്തന്മാരെ വധിച്ച കൗരവ ശത്രു ആരായിരുന്നു? കീചകൻ. ശരി ഉത്തരം. ശ്വേതവാഹനൻ എന്ന പേരിലുള്ള പാണ്ഡവന്മാരിൽ ആർക്കാണ് ആ പേരുള്ളത്? അർജുനൻ. ശരി ഉത്തരം. എവിടെയായിരുന്നു പാണ്ഡവന്മാരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്? ശമീ വൃക്ഷച്ചുവട്ടിൽ. ശരി ഉത്തരം. ഗോരക്ഷകനായ സഹദേവന്റെ നാമം? തന്ത്രിപാലൻ. ശരി ഉത്തരം. 18 സെക്കൻഡ്. സൈരന്ധ്രിയെ മദ്യം വിളമ്പാനായി കീചക സമീപത്തേക്ക് അയക്കുന്നത് ആരാണ്? സ്കിപ്പ്. ഓക്കെ, സ്കിപ്പ്.
സുഷമാവിനെ പിടിച്ചു കെട്ടിയത് ആര്? സ്കിപ്പ് 7. ഓക്കെ. ചൂതെറിഞ്ഞ് ധർമ്മപുത്രരെ പരിക്കേൽപ്പിച്ചത് വലിയ തെറ്റായി പോയി എന്ന് വിരാട രാജാവിനോട് പറഞ്ഞതാര്? സമയം കഴിഞ്ഞു. ഓക്കെ. സോ 15 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിച്ചത്. ആരാണ് ഉത്തരന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്? ബൃഹന്നളൻ. ശരി ഉത്തരം. ഓക്കെ. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് സൈരന്ധ്രിയെ മദ്യം വിളമ്പാനായി കീചക സമീപ സുദേഷ്ണ. ശരി ഉത്തരം. സുശർമാവിനെ പിടിച്ചു കെട്ടിയത് ഭീമസേനൻ. 110 മാർക്കാണ് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ലഭിച്ചത്. സോ കൺഗ്രാറ്റുലേഷൻസ്. നല്ല മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ എല്ലാവർക്കും? പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പത്മവ്യൂഹം കൂടെ കഴിഞ്ഞപ്പോൾ 5 റൗണ്ടും കഴിഞ്ഞപ്പോൾ? ടെൻഷൻ ഫ്രീ ആയി. ടെൻഷൻ ഇപ്പോഴാണ് സമാധാനം ഇത് അല്ലേ? ഇതുവരെ ടെൻഷൻ അടിച്ച് ഓരോ റൗണ്ടും എന്താവും എന്നൊക്കെ ആലോചിച്ച് എന്നിട്ടിപ്പോൾ നല്ല മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ ആക്ച്വലി മോള് ഈ ഒരു 2ാം ഘട്ടത്തിലാണ് വന്നത്. ആദ്യ ഘട്ടത്തിൽ മോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോള് വന്നതിന് ശേഷം നല്ലോണം മാർക്കൊക്കെ ഉയർത്താൻ പറ്റിയതൊരു സന്തോഷമില്ലേ അല്ലേ? കഴിവിൻ്റെ മാക്സിമം ചെയ്തു അല്ലേ? ഇനി ഭവൻസ് വിദ്യാമന്ദിർ എങ്ങനെയുണ്ടായിരുന്നു പത്മവ്യൂഹം കഴിഞ്ഞപ്പോൾ? അവിടെ മത്സരമായിരുന്നോ? സ്വന്തം ചോദ്യം അപ്പുറത്താളുടെ ചോദ്യം ഒക്കെ കൂടെ പറയാൻ? ഇതിൽ 2 ക്വസ്റ്റ്യനൊക്കെ അറിയായിരുന്നു, വിട്ടുപോയ 2 ക്വസ്റ്റ്യൻസ് അറിയായിരുന്നു. പിന്നെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ എല്ലാത്തിനും അല്ല പരമാവധി എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയതിന്. വേദവ്യാസ വിദ്യാലയം മലപ്പറമ്പ് കോഴിക്കോട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എന്താ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ ചെറിയ വിഷമമുണ്ട്. സാരില്ലേ, പോട്ടെ. നമുക്കൊരു സെലക്ഷൻ റൗണ്ട് ഒന്നും അല്ലല്ലോ. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ നേരത്തെ കണ്ട് പേടിച്ചു കഴിഞ്ഞു. ഇവർ ആദ്യമായിട്ട് കണ്ട് പേടിച്ചത്. അതെ, അതുകൊണ്ടാണ്. അതെ, ഇനിയിപ്പോൾ നമ്മൾ മുമ്പാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പത്മവ്യൂഹത്തിൽ വന്ന് ഇതുപോലെ നേരെ ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഔട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ അങ്ങനെ ഇല്ലല്ലോ അല്ലേ? ഇനിയും ഉണ്ട് ഇതേപോലെ 5 റൗണ്ടുകൾ. ആ 5 റൗണ്ടും കഴിയുമ്പോൾ വേണമെങ്കിൽ ടെൻഷൻ അടിച്ചോട്ടോ. അപ്പോൾ വേണമെങ്കിൽ ലേശം ഒരു പൊടിക്ക് ടെൻഷൻ അടിക്കാം. അപ്പോൾ ഇപ്പോൾ ടെൻഷനും വിഷമമൊന്നും വേണ്ട. ഇനിയുള്ള റൗണ്ടിന് നന്നായിട്ട് മത്സരിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രയത്നമൊക്കെ ഉണ്ടാവട്ടെ. ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് കൊല്ലം. നല്ല സന്തോഷമുണ്ട്. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മോർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റി. ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല മാർക്കും ഈ അവസാനത്തെ റൗണ്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്കല്ലേ കിട്ടിയിട്ടുള്ളത് അല്ലേ? 110 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആചാര്യസഭയോട് ചോദിക്കാം. സ്വാമിജി. എല്ലാവരും നല്ലോണം പഠിച്ചിട്ടുണ്ട്. കാരണം ചിലത് പെട്ടെന്ന് ചോദിച്ചപ്പം ഓർമ്മ വരാത്തതുകൊണ്ടാവാം ചില ഉത്തരങ്ങൾ വിട്ടുപോയത്. പിന്നീട് അവർക്ക് അതിനെ പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആ കഥാഭാഗങ്ങൾ നിങ്ങൾ നല്ലോണം വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. നന്നായിട്ടുണ്ട്. നന്ദി സ്വാമിജി. ശ്രീകുമാർ സർ. നല്ലൊരു റൗണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഭവൻസും ചിന്മയും നല്ല സ്കോർ ചെയ്തെന്ന് തോന്നുന്നു ഇതിനകത്ത്. ഏതായാലും നിങ്ങൾ എന്താ പറയണ്ടത്, ഭവൻസിലും കണ്ണൂരിലും മറ്റേ നിങ്ങളും ഒക്കെ തന്നെ ഭയങ്കര ചടുലമായിട്ട് മറ്റവർക്ക് തെറ്റിയ ഉത്തരങ്ങൾ നിങ്ങൾ ചാടിക്കയറി. ക്രിസ് മാസ്റ്റർ മറ്റേ അദ്ദേഹം ക്രിസ് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, അത് കോറസിൽ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പോലും നമ്മൾ കേൾക്കുന്നില്ല രണ്ടാമത്. അതിനുമ്പ് നിങ്ങൾ ഉത്തരം ചാടിക്കയറി പറയുക. ഏതായാലും ഈ ഒരു ചടുലത ഗംഭീരമായിട്ടുണ്ട്. നിങ്ങളുടെ പ്രായത്തിന് പറ്റിയ ഒരു ചടുലത. ഓൾ ദി ബെസ്റ്റ്. മുരളി സാർ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഗംഭീരമായിരുന്നു. ആക്ച്വലി ഇവരെത്രമാത്രം പ്രിപ്പയർഡ് ആണെന്നുള്ളത് പലതിൻ്റെ ഉത്തരം നമുക്കറിയാം. പക്ഷെ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ ഇതങ്ങോട്ട് വരുന്നില്ല. അപ്പം നമുക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യം പറയാനുള്ളൂ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഐ തിങ്ക് ഓൾ ഓഫ് ദം ഹാവ് ഡൺ എ വണ്ടർഫുൾ വർക്ക്. താങ്ക് യു. നന്ദി സർ. അപ്പോൾ ഏതായാലും ഇനി വരുന്ന ഘട്ടത്തിലും ഈ 4 ടീമിനും ഇതുപോലെ ഇനി വരുന്ന 5 മത്സരങ്ങൾക്കും 5 റൗണ്ടുകൾക്കും നന്നായിട്ട് മത്സരിക്കാൻ സാധിക്കട്ടെ. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി ചെറിയൊരു ഇടവേള. ശ്രേഷ്ഠ ഭാരതം വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ പത്മവ്യൂഹം റൗണ്ടും കൂടെ കഴിഞ്ഞു. അങ്ങനെ ചക്രവ്യൂഹം, മകരവ്യൂഹം, ഗരുഡവ്യൂഹം, വജ്രവ്യൂഹം, പത്മവ്യൂഹം ഈ 5 റൗണ്ടും കഴിഞ്ഞപ്പോൾ ഈ 4 ടീമുകളുടെ പോയിന്റ് നില എത്രയാണ് എന്നൊന്ന് കണ്ടുവരാം.
നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടൻ വരും ദിവസങ്ങളിൽ ഉണ്ണിക്കുട്ടൻ്റെ കഥകളുമായിട്ട് വരും. കഥകൾക്ക് ശേഷം ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഏതായാലും ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും ഒക്കെ പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ ഈ ഒരു 100ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ആദ്യത്തെ അധ്യായം മുതൽ സ്വാമിജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിജി, ഇന്നത്തെ ഈ അധ്യായം, ഈ 100ാമത്തെ അധ്യായം അവസാനിക്കുന്നതിന് മുൻപ് സ്വാമിജിക്ക് എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. 100 ദിവസങ്ങളായിട്ട് പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ കഥകളെക്കുറിച്ച് പലതൊന്നും അറിയില്ല, കേൾക്കാനുള്ള സാഹചര്യങ്ങളുമില്ല. പണ്ടത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ തന്നെ അർജുന 10 കാണാപ്പാടം അറിയായിരുന്നു. കാരണം അവർ കുട്ടിക്കാലത്ത് പേടിക്കുമ്പോൾ അച്ഛനന്മാർ പറഞ്ഞു കൊടുത്ത് ചൊല്ലി പഠിച്ചു. ഇന്നത്തെ കുട്ടികൾ കേട്ടിട്ടൂടെ ഇല്ല, അങ്ങനെ ശ്ലോകം പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഈ തലമുറയിൽ ഇതിനെയൊക്കെ പരിചയപ്പെടുത്താനും മാത്രമല്ല, ഏറ്റവും സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓരോ വിദ്വാൻമാരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കമൻസ്, അങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് നാനാ ഭാഗങ്ങൾ, അതിൻ്റെ വശങ്ങൾ കുട്ടികൾക്കും മനസ്സിലാക്കാനും അധ്യാപകർക്കും മനസ്സിലാക്കാനും സമൂഹത്തിൽ എത്തിക്കാനും ശ്രേഷ്ഠ ഭാരതം ഗംഭീരമായൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പം മനസ്സിലാവില്ല, പക്ഷേ കാലക്രമേണ അതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഗീതയും മഹാഭാരതവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ്. ഇത് അതിനൊരു ശുഭാരംഭം കുറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സ്വാമിജി. അപ്പോൾ ഏതായാലും ഇനിയും ഇതുപോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് തീർച്ചയായും ശ്രേഷ്ഠ ഭാരതത്തിന് ഇനി അങ്ങോട്ടുള്ള യാത്രയിലും ഇതുപോലെ വേണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ടെൻഷനൊന്നും വേണ്ട. തിങ്കളാഴ്ച പുതിയ മത്സരാർത്ഥികളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം. അന്ധകരണ ശുദ്ധി വന്നവർക്ക് പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ മാത്രമല്ല സകല ജീവജാലങ്ങളുടെ ഉള്ളിലും കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യത്തെ അറിയാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച. പാഞ്ചാലി 5 പാണ്ഡവന്മാരും കൂടെ ചേർന്ന് വിരാട രാജാവിൻ്റെ രാജധാനിയിൽ നമുക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലയോ പാർത്ഥ, പഴകി ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റി പുതിയവ എടുത്തണിയുന്നു. ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്ത ദുരിത ശരീരങ്ങൾ Costume courtesy for Quizmaster and Radhika. Aimal Wedding Center. Jewel courtesy for Radhika. Planet Jewel, Kavdiyar, Trivandrum.